ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ ആ ഹോസ്പിറ്റലിലാണ് സകല അന്യായങ്ങൾക്കും അനീതിക്കും എല്ലാം നമ്മുടെ ശാലിനി എല്ലാവരെയും കയ്യോടെ പൊക്കി വേണ്ട പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ അവന്മാരെ എല്ലാം വാരി അലക്കി വെളുപ്പിച്ചിട്ടുണ്ട്. ഈ സമയം രാഘവേട്ടനാണെങ്കിൽ പിള്ളയോട് വിഷ്ണുവിൻ്റെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് താണ്ട് രാഘവേട്ടനൊരു ശ്വാസവിമിഷ്ടം പോലെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞങ്ങ് വീഴുവാണ്. പിള്ളയാണെങ്കിൽ സത്യാമ്മയെ ആരെങ്കിലും ഓടിവായോ, ദാണ്ട് രാഘവൻ സാറിന് വയ്യായേ എന്നൊക്കെ വിളിച്ച് കൂവുകയാണ്. എൻ്റെ സത്യാമ്മയും പൊന്നിയും കൂടെ അങ്ങോട്ട് വരും. അയ്യോ രാഘവേട്ടന് എന്ത് പറ്റി? പിള്ള എന്ത് പറ്റിയതാ? എനിക്കറിയില്ല സത്യാമ്മ, എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണ്. പൊന്നി നീ വെള്ളം എടുത്തുണ്ടോ? പെട്ടെന്ന് പൊന്നി വെള്ളമൊക്കെ കൊടുക്കുന്നു. രാഘവേട്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയുകയാണ്. രാഘവേട്ടൻ ആ കുഴഞ്ഞ നാവ് കൊണ്ട് പറയുന്നുണ്ട് ഇൻഹേലറോ മറ്റോ ആണെന്ന് തോന്നുന്നു. അത് വിഷ്ണുവാണ് വെച്ചിരിക്കുന്നത്, വിഷ്ണുവിൻ്റെ കയ്യിലാണെന്നൊക്കെ ഇങ്ങനെ രാഘവേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ അയ്യോ വിഷ്ണുവിൻ്റെ കയ്യിലോ എന്നൊക്കെ എന്നെ അതിശയത്തോടെ ചോദിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഫാമയെ എളുപ്പം കൊണ്ടുപോകാൻ, ഞാനിപ്പോൾ ചത്തുപോകും എന്നൊക്കെ പറയും. അയ്യോ വിഷ്ണു വെച്ചിരിക്കുന്ന ഞാനതിപ്പോൾ എവിടെ പോയി തപ്പും എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനിയുടെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയ്യോ മോളെ ഒന്ന് ഓടിവാ. ശാലിനി ഓടി വരും. എന്താ സത്യാമ്മ? ദാണ്ട നോക്കുമ്പോളെ രാഘവേട്ടനെ തീരുവായി. അയ്യോ എന്ത് പറ്റിയ സത്യാമ്മ? ശ്വാസവിമിഷ്ടമായി. ഇതിന് മുമ്പ് ഇങ്ങനെ വന്നപ്പോൾ വിഷ്ണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും ഏതോ ഇൻഹേലർ കൊടുത്തിരുന്നോ പറയുന്നത്. പക്ഷേ മോളെ അത് വിഷ്ണുവാണ് വെച്ചിരിക്കുന്നത്. അവനത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. മരണവെപ്രാളം പോലെ രാഘവേട്ടൻ കാണിക്കുക. ഫാമയെ നീ വിഷ്ണുവിനെ വിളിച്ച് ചോദിക്ക്, അവനറിയാം അവൻ എവിടാ വെച്ചേക്കുന്നതെന്ന് ചോദിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ ശിവന്റെ കാര്യം അച്ഛനീ പറയുന്നത്, പക്ഷെ വിഷ്ണു എവിടാ വെച്ചിരിക്കുന്നത് ശിവൻ എങ്ങനെ പറയാൻ പറ്റും? സത്യമേ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ? ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വേണ്ട എന്ന് രാഘവേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വിഷ്ണുവിനെ വിളി, അവൻ്റെ കയ്യിലായിരിക്കും. ആ സ്പ്രേ അടിച്ചാൽ അങ്ങ് മാറും. വിഷ്ണു അവൻ എവിടെ കിടക്കും? അവൻ ഏത് നാട്ടിൽ പോയി കിടക്കുക? ദേഷ്യത്തോടെ ഇങ്ങനെ സത്യാമ്മ പറയുക. അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, മക്കളെയും വേണ്ട, ഭാര്യയും വേണ്ട. ഏതെങ്കിലും നാട്ടിൽ പോയി ഏതെങ്കിലും ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചാൽ അവൻ ജീവിക്കുമായിരിക്കും. ഇവിടെയുള്ളവരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് നീ എവിടെ പോയാലും നന്നാകില്ലടാ. നിനക്ക് ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിന്നെ പ്രസവിച്ച തള്ളയാടായി പറഞ്ഞ് ഇത് കേട്ട് ശാലിനിയാണെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാൻ പോലും വയ്യാതെ ചങ്കു പൊട്ടുവാണ് മനസ്സിൽ. അയ്യോ സത്യാമ്മേ, പിന്നെ ഞാൻ എന്തു അവനെ പറയണ്ടേ? അവൻ മരിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ. എവിടെയോ അവൻ ജീവിച്ചിരിപ്പില്ലേ? കണ്ടില്ലേ അവൻ്റെ അച്ഛൻ കിടന്ന മരണവെപ്രാളം കൊള്ളുന്നത്? അവൻ ആ മരുന്ന് നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ തന്നിരുന്നെങ്കിൽ ഈ മനുഷ്യന് ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. സത്യമേ, വിഷ്ണുവേട്ടൻ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ എവിടെങ്കിലും കാണും. ഇവിടുത്തെ ഏതെങ്കിലും ഒരു അലമാരി തട്ടിൽ അത് കാണാതിരിക്കില്ല. ശിവന്റെ കയ്യിലാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഉണ്ട്. ശിവൻ നോക്കുമ്പോൾ രാഘവേട്ടൻ്റെ ആ മരണവെപ്രാളം. അയ്യോ അച്ഛൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഓടി വരുവാണ് ശിവൻ. എടാ മോനെ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല മോനെ, ആ വലിക്കുന്ന മരുന്ന് എവിടാടാ വെച്ചേക്കുന്നത്? അച്ഛാ മരുന്നോ? അപ്പൊ പിള്ള പറയാം, വിഷ്ണു കുഞ്ഞെ രാഘവൻ സാറിനോട് പോയപ്പോൾ വാങ്ങിയ ഒരു മരുന്നുണ്ടായിരുന്നു, അത് വിഷ്ണു കുഞ്ഞ് എവിടെയോ കൊണ്ട് വെച്ചിരിക്കോ, അത് വലിച്ചാൽ ശ്വാസം മുട്ടൽ മാറുമെന്നാ പറയുന്നത്. രാഘവേട്ടനാണെങ്കിൽ വെപ്രാളത്തോടെ ശിവന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോനെ അച്ഛന് തീരെ വയ്യാടാ, എളുപ്പം എടുത്തോണ്ട് വാടാ. രാഘവേട്ടന്റെ ആ കൈ ശിവന്റെ ആ നെഞ്ചിൽ തൊടുമ്പോൾ പെട്ടെന്ന് ശിവൻ ആ മരുന്നിന്റെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. നോക്കിയിരിക്കാതെ എടുത്തോണ്ട് വാടാ മോനെ. ശിവൻ ആ മരുന്ന് എവിടെയോ ഇരിക്കുന്ന പോലെ ഓർമ്മ വരുന്നുണ്ട്. ശാലിനി പറയാം, ആ മരുന്നിപ്പോൾ എവിടാ ഇരിക്കുന്നതെന്ന് അറിയണ്ടേ? ശിവനിലൊരു ഭാവവ്യത്യാസം വരുന്നുണ്ട്. എനിക്കറിയാം ആ മരുന്ന് എവിടെയുണ്ടെന്ന്. കയ്യിൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ട് ശിവൻ അകത്തോട്ട് കയറി പോവുകയാണ്. ശാലിനിയാണെങ്കിൽ ശിവന്റെ പുറകെ ഓടിപ്പോകുന്നുണ്ട്. സത്യമ്മ പിള്ളയെ രാഘവേട്ടനെ പിടിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വേണ്ടാന്ന് വീണ്ടും പറയുവാണ് രാഘവേട്ടൻ. എൻ്റെ മോൻ വിഷ്ണു മരുന്ന് കൊണ്ടുവരട്ടെ, അവൻ കൊണ്ടുവരും എന്നൊക്കെ പറയാം. ശിവൻ ഓടി വന്ന് വിഷ്ണുവിൻ്റെ ബെഡ്റൂമിനകത്തൊക്കെ പരിശോധിക്കുക. ശാലിനി അതിശയത്തോടെ അവനെ തന്നെ നോക്കുക. ഇവിടെ എവിടെയോ ഉണ്ട് എന്നും പറഞ്ഞ് ശിവൻ വീണ്ടും അവിടെയൊക്കെ നോക്കുവാണ്. ശിവൻ ആ അലമാരി തുറന്നു നോക്കുന്നു, എന്നിട്ടും കിട്ടുന്നില്ല. ശിവൻ വീണ്ടും ആലോചിക്കുമ്പോൾ ആ മരുന്ന് അലമാരിയുടെ മുകളിലുണ്ടെന്ന് ശിവന് മനസ്സിലാകുന്നു. പെട്ടെന്ന് കൈയിട്ട് ആ മരുന്ന് അങ്ങോട്ട് എടുക്കുക. ശാലിനിക്ക് ഒന്നും മനസ്സിലാകാതെ ശാലിനി ഇങ്ങനെ അതിശയത്തോടെ ശിവൻ്റെ ആ ഓരോ പ്രവൃത്തിയും നോക്കി ഇങ്ങനെ നിൽക്കുക. ദാണ്ട കിട്ടി അച്ഛൻ്റെ മരുന്ന്, ഇതാ അച്ഛൻ്റെ മരുന്ന്, കുട്ടികളെടുത്ത് കളിക്കുമെന്നും പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചതാ. ശാലിനി വീണ്ടും അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അച്ഛാ അതാ മരുന്ന് കിട്ടി എന്നും പറഞ്ഞ് ഓടി വന്ന് ശിവൻ ദാണ്ട രാഘവേട്ടൻ്റെ വായിലോട്ട് ആ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇവിടെ നടക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകാതെ ദാണ്ട സത്യാമ്മ ശാലിനി ഇങ്ങനെ അതിശയത്തോടെ ഇതെല്ലാം കണ്ടു നിൽക്കുക. ഒരു മകൻ സ്വന്തം അച്ഛനോട് കാണിക്കുന്ന ആ ഉത്തരവാദിത്വവും സ്നേഹപ്രകടനമാണ് ശിവൻ കാണിക്കുന്നത്. രാഘവേട്ടൻ പറയും, എനിക്കറിയായിരുന്നു മോനെ, മോൻ വരുമെന്നും ആ മരുന്നെടുത്ത് എനിക്ക് തരുമെന്നും. പിള്ളച്ചേട്ടാ, ഇനി അച്ഛനെ നമുക്ക് അകത്ത് കിടത്താം. ദാണ്ട് ഇൻഹേലറും കൈവച്ചോ, ആവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. രാഘവേട്ടൻ മോനേന്ന് വിളിച്ച് ശിവനെ സ്വന്തം മാറിലോട്ട് ചേർത്ത് വെച്ച് ഉമ്മ കൊടുക്കുവാണ്. അതുപോലെ തന്നെയാണ് ശിവനും ആ സ്നേഹത്തോട് ഉമ്മ കൊടുക്കുവാണ് രാഘവേട്ടനെ.
എഴുന്നേക്കച്ചാ നമുക്ക് അകത്ത് കിടക്കാം എന്നും പറഞ്ഞ് ശിവൻ ഇങ്ങനെ രാഘവേട്ടനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ശിവൻ ഇങ്ങനെ നെഞ്ചുവേദന പോലെ ശിവൻ ഇങ്ങനെ നെഞ്ച് തടവുക. ശാലിനി ഇതെല്ലാം ശ്രദ്ധിക്കുക. ശാലിനി ചോദിക്കുക, ശിവ, വിഷ്ണുവേട്ടൻ ആ ഇൻഹേലർ അവിടെ വെച്ചിരിക്കുന്നതെന്ന് ശിവൻ എങ്ങനെ മനസ്സിലായി? ശിവൻ ഒന്നും മിണ്ടുന്നില്ല. ശിവനോടാ ചോദിച്ചത് അതെങ്ങനെ മനസ്സിലായെന്ന്. അത് മനസ്സിലാക്കാൻ കളക്ടറെ ബുദ്ധിയൊന്നും വേണ്ട. അതിനൊക്കെ സാധാരണ കോമൺ സെൻസ് മതി. നമ്മൾ വീട് കൂട്ടി പുറത്തു പോകുമ്പോൾ എവിടെയാണ് സാധാരണ താക്കോൽ വെക്കാറുള്ളത്? ഒന്നുകിൽ ചവിട്ടിക്കടിയിൽ, അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കുള്ളിൽ. അപ്പോൾ ഇത്ര എളുപ്പം വിഷ്ണുവിനെ എടുക്കാൻ ആവശ്യമുള്ള ഈ മരുന്ന് എവിടെയായിരിക്കും? ബെഡ്റൂമിലെ കബോർഡിൻ്റെ മേളിൽ തന്നെ ആയിരിക്കും. കുട്ടികൾ മരുന്നെടുത്ത് കളിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ആ മരുന്നിൻ്റെ സ്ഥാനം അലമാരിയുടെ മുകളിൽ തന്നെ ആയിരിക്കും. അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ദാണ്ടെ സർട്ടിഫിക്കറ്റ്. ബഹളത്തിനിടയിൽ ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പോഴും ശാലിനിക്ക് ഒന്നും മനസ്സിലാകാതെ ശിവനെ തന്നെ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് എടാ മോനെ എന്നിങ്ങനെ രാഘവേട്ടൻ വിളിക്കുക. രണ്ട് അച്ഛൻ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ശിവൻ വീണ്ടും അകത്തോട്ട് പോവുക. ശിവനും ഒരു കൺഫ്യൂഷൻ. എന്നാലും ആ ഇൻഹേലർ അവിടെ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ശാലിനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സത്യം അതല്ലല്ലോ. എൻ്റെ ഓർമ്മയിലേക്ക് ആ മരുന്നിരുന്ന സ്ഥലം ആരോ പറഞ്ഞു തന്നതല്ലേ? ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ കൃത്യമായിട്ട് ആ മരുന്ന് കണ്ടെത്തുന്നത്? എടാ മക്കളെ എന്നിങ്ങനെ രാഘവേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ശാരികയുടെ കുഞ്ഞകത്ത് കിടന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വെളിയിലിരിക്കുന്ന ശ്യാമ കേട്ടോണ്ടിരിക്കുക. ശ്യാമ അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതാണ്ട് ഗോപാലകൃഷ്ണൻ്റെ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വന്നിറങ്ങി. എടി ശ്യാമേ, നിൻ്റെ ചെവിയിൽ എന്താണ് ഈയോ ഒഴുക്കി വെച്ചിരിക്കുവാണോ? ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നീ കേട്ടില്ലേ? കേട്ടിട്ടിപ്പോൾ എന്തോ കൊടുക്കാനാ? കുഞ്ഞുങ്ങളാവുമ്പോൾ കരയും. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. എടി നീ ഒരു പെണ്ണ് തന്നെയാണോടി? ഏതൊരു പെണ്ണും ഒരു കുഞ്ഞ് കരയുമ്പോൾ അത് സ്വന്തം കുഞ്ഞാകണമെന്നൊന്നുമില്ല, ഒരു സങ്കടമൊക്കെ തോന്നും. ശ്യാമ അഹങ്കാരത്തോടെ പറയാം, എനിക്ക് അക്കാര്യത്തിൽ ഒരു സങ്കടവും തോന്നുന്നില്ല. ഇതിൻ്റെ പേരിൽ എൻ്റെ ഹൃദയം കരിങ്കല്ലാണെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവും. എടിയെ കരയുന്ന കുഞ്ഞിനെ പോയി എടുക്കാനാ പറഞ്ഞത്. എനിക്ക് മനസ്സില്ല. ഇതിനു മുമ്പ് ഞാനും ഒരു കുഞ്ഞിനെ വളർത്തിയതാണല്ലോ. വളർത്തി വലുതാക്കിയപ്പോൾ എല്ലാവരും ആ കുഞ്ഞിനെ എന്നിൽ നിന്ന് അങ്ങ് അകറ്റി. എനിക്കിനി ഒരു കുഞ്ഞിനെ കാണുകയും വേണ്ട, വളർത്തുകയും വേണ്ട. എനിക്ക് മതിയായി. നീ കാണിക്കുന്നതിനൊക്കെ ഈശ്വരൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും ശ്യാമേ. അത് ഞാനങ്ങ് പറഞ്ഞോളാം. ഒരു കാലത്ത് നീ നന്നാവില്ലടി. ഓ പിന്നെ ദുർവാസാവല്ലയോ അങ്ങ് ശപിക്കാനായിട്ട്. അയ്യോ എൻ്റെ വാവയെ കരയല്ലേ, മുത്തച്ഛനുണ്ടല്ലോ എൻ്റെ വാവയ്ക്ക് എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ കുഞ്ഞിന് മുത്തം കൊടുത്തിങ്ങനെ വാരി എടുക്കുവാണ്. അയ്യോ എന്താച്ചാ എന്നും പറഞ്ഞ് ശാരി വരും. നീ ഇതെവിടെയായിരുന്നു ശാരി? കുഞ്ഞ് കിടന്ന് കരയുന്ന നീ കേട്ടില്ലേ? അച്ഛാ ഞാൻ ഇത്തിരി വെള്ളം എടുക്കാൻ പോയതാ. ഇങ്ങിതാച്ചാ കുഞ്ഞിനെ. മോളെ കുഞ്ഞ് വിശന്നിട്ടാണെന്ന് തോന്നുന്നു, ഇത്തിരി പാല് കൊടുക്ക് എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ കുഞ്ഞിനെ ശാരിയുടെ കൈ കൊടുത്തിട്ടങ്ങ് പോവുകയാണ്. ഈ സമയം രോഹിത്ത് ഓട്ടോറിക്ഷയിൽ വരിക. ശ്യാമയുടെ അഹങ്കാരത്തോളം ഇരിപ്പ് കണ്ടിട്ട്, എടി കുഞ്ഞിൻ്റെ കരച്ചിലങ്ങ് റോഡ് വരെ കേൾക്കാമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, കുഞ്ഞിൻ്റെ വായിലൊരു സൈലൻസർ വെച്ചുകൊടു. എന്താടി ശ്യാമ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നീ ആ കുഞ്ഞിനെ എടുത്ത് അതിൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? ആഹാ, അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. എന്നാൽ അകത്തോട്ട് ചെന്ന് അച്ഛൻ്റെ ആ കൊച്ചിനെ വാങ്ങിച്ചിട്ടേ അതിൻ്റെ കീറിപ്പൊളിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിത്താ. മനുഷ്യനൊരു സ്വസ്ഥതയെങ്കിലും കിട്ടട്ടെ. ഇന്നത്തെ ലക്ഷണം കണ്ടിട്ട് ആ കൊച്ചിന്ന് തുറക്കം എൻ്റെ കളയുമെന്നാണ് തോന്നുന്നത്. രോഹിത്തിൻ്റെ കയ്യിലിരിക്കുന്ന പൊതിക്കെട്ട് കണ്ടിട്ട് പെട്ടെന്ന് ശാരി അങ്ങ് തട്ടിപ്പറിച്ചിട്ട്, ആഹാ പഴമൊക്കെ ആണല്ലോ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അത് പ്രസവിച്ച പെണ്ണിന് ഫ്രൂട്ട്സാണ് കൊടുക്കണമെന്ന് ഡോക്ടർ നിന്നോടല്ലേ പറഞ്ഞത്? ഇന്നിപ്പോൾ പഴം മാത്രമേ കിട്ടിയുള്ളൂ. ഇതൊക്കെ കഴിച്ചാലല്ലേ മുലപ്പാലിൽ കൂടെ ആ കുഞ്ഞിനതെല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ കൊള്ളാമല്ലോ. അപ്പോൾ ശാരി ചേച്ചിക്ക് ഫ്രൂട്ട്സും വാങ്ങിക്കൊണ്ട് വന്നതാ അല്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കാശില്ല നോക്കട്ടെ, അങ്ങനെ കുറച്ച് മുടന്ത ന്യായങ്ങളുടെ കുത്തൊഴുക്കിങ്ങോട്ട് വരുമല്ലോ. ഇതിപ്പോൾ പറയുന്നതിന് മുമ്പേ സാധനങ്ങളൊക്കെ റെഡി. രോഹിത്ത് എന്നെയാ കല്യാണം കഴിച്ചത്, അല്ലാതെ എൻ്റെ ചേച്ചിയല്ല. എന്തിനാ ശ്യാമ നീ ഇങ്ങനെ വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നത്? എനിക്ക് ഇച്ചിരി വില കുറവാ, ബുദ്ധിയുടെ കാര്യത്തിൽ തീരെ കുറവാ. അയ്യോ ഇനി ഇതിനെക്കുറിച്ചൊരു വഴക്ക് വേണ്ട, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് സാഹി കേട്ട് ദാണ്ട് രോഹിത്ത് അകത്തോട്ട് കയറി പോവുക. ഇനി എന്നെ ആരും അങ്ങനെ മണ്ടിയാക്കണ്ട. കൊച്ചിൻ്റെ കാര്യത്തിലായാലും തള്ളയുടെ കാര്യത്തിൽ എല്ലാം ഞാൻ കണ്ടേ നോക്കൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതമാണ് തകരുന്നത്. അങ്ങേരുടെ ഒരു ഫ്രൂട്ട്സ് എന്നും പറഞ്ഞാൽ ഫ്രൂട്ട്സ് ശ്യാമ വലിച്ചെറിയുവാണ് വെളിയിലോട്ട്. സോമശേഖരനും കൂട്ടാളികളും ആരെയോ വല വീശി പിടിക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുക. ഇതുവഴിയാണ് അവന്മാർ വരാൻ സാധ്യത. തലതെറിച്ചവന്മാരാ. ശരിക്കും നിങ്ങളങ്ങ് പെരുമാറിയേക്കണം. കുടിച്ച മുലപ്പാൽ വരെ തുപ്പണം. ദാണ്ട് അങ്ങോട്ട് നോക്കടോ, ഒരുത്തൻ വരുന്നുണ്ട്, അവനെ പൊക്കിക്കോ. അപ്പോൾ അയാൾ ഹായ് എന്നും പറഞ്ഞങ്ങ് പോവുക. എന്താടോ അയാളെ പിടിക്കാൻ? അത് നമ്മുടെ ഷൺമുഖൻ ടീച്ചറിൻ്റെ ആങ്ങളെയോ പെങ്ങളോ വൈകുന്നേരം വീതം ചോദിക്കാനെങ്കിൽ വന്നേക്കരുത്. ഒരു പേടിയില്ലാതെ ഹെൽമെറ്റും ഇല്ലാതായിരുന്നു അയാളുടെ ഒരു പോക്ക്. അതും എത്ര ധൈര്യത്തോടെ പോലീസുകാരുടെ മുന്നിൽ കൂടെ അയാൾ പോയത്. ദാണ്ട വരുന്നുണ്ട് നമ്മുടെ ശിവൻ. ഒരടിക്കുള്ള പുറപ്പാടുണ്ടെന്ന് തോന്നുന്നു. ശിവന്റെ വണ്ടി ദൂരേന്ന് വരുന്നത് കണ്ടപ്പോഴും സോമശേഖരൻ പറയുന്നു, എടോ അത് അവൻ്റെ വണ്ടിയല്ലേ? അതേ സാറേ. ശിവൻ വണ്ടി അവിടെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട്, എന്താ സോമശേഖര സുഖമാണോ? അത് കൊള്ളാലോ, നീ അപ്പോൾ പോലീസുകാരുടെ സുഖം അന്വേഷിക്കാൻ നടക്കുവാണോ?
എടോ ഇനി ഇവൻ്റെ കാര്യം വല്ലതും ആണോ പറഞ്ഞ് താൻ പോയി അവൻ്റെ വണ്ടിയിലൊന്ന് ചെക്ക് ചെയ്തേടോ. വണ്ടിക്ക് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ സോമശേഖര. അളിയനും മച്ചമ്പിയൊക്കെ ആണെങ്കിൽ നിങ്ങളങ്ങ് കടത്തി വിടുമല്ലോ. പിന്നെ ഞാൻ തന്നോട് മറച്ചു വെക്കുന്നില്ല, എനിക്ക് തന്നോട് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. ഡ്യൂട്ടിക്കിടയിലാണോടാ നിന്റെ സ്വകാര്യ സംസാരം? അതിനെടോ തന്നെയൊന്നും സ്വബോധത്തോടെ കാണുന്നത് ഈ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ മാത്രമാണല്ലോ. മറ്റുള്ള പോലീസുകാർ ശിവന്റെ ജീപ്പ് പരിശോധിച്ചിട്ട് പറയും, സാറേ ഇതിനകത്തൊന്നും ഒന്നുമില്ല. ആഹാ, അപ്പൊ വമ്പൻ കോള് പ്രതീക്ഷിച്ചുള്ള നിപ്പായിരുന്നല്ലേ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കരുതി വരുമായിരുന്നല്ലോ സാറേ. എനിക്കാണെങ്കിൽ ഒരേ ഒരു കാര്യം പറയാനുണ്ട്. അതൊരു രഹസ്യ സ്വഭാവം ആയതുകൊണ്ടല്ലേ ഞാൻ ഈ വിളിക്കുന്നത്. ഇങ്ങോട്ടൊന്ന് വന്നേ. എടോ തനിക്കും കൂടി ഗുണമുള്ള കാര്യോട് എനിക്കും കൂടെ ഗുണമുള്ള കാര്യം. എടോ പിന്നെ ഞാനിങ്ങനെ ഒന്ന് തന്നോട് പറയുവോടൂ. എടോ സോമശേഖര, കുറേ നാളായല്ലേ ഈ അടി ഇടിയൊക്കെ ആയിട്ട് നടക്കുന്നേ. ഒരുമിച്ചൊരു നല്ല കാര്യം ചെയ്യാനല്ലേ വിളിക്കുന്നത്. കൈക്കൂലി വീരൻ സോമശേഖരൻ കരുതിയത് എന്തോ വലുതായിട്ട് ശിവൻ കൊടുക്കുമെന്ന. ശിവൻ സോമശേഖരനോട് പറയാം, ഞാൻ ആ സജീവനെ പോയി കണ്ടിരുന്നു. ഏത് സജീവൻ? ചേടാ ഇത്രയും പെട്ടെന്ന് അതങ്ങ് മറന്നോ? ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് ആ വലിയ കുഴിയിലോട്ട് എടുത്തെറിഞ്ഞപ്പോഴേ അത് കണ്ടോണ്ട് നിന്ന സജീവൻ, ആ വർക്ക്ഷോപ്പിലെ തൻ്റെ ശിഷ്യൻ, അവനെ പോയി ശരിക്കും ഞാനങ്ങ് പരിശോധിച്ച് അപ്പോഴവൻ്റെ ക്ലച്ചും ഗിയറും എല്ലാം മൊത്തത്തിൽ കംപ്ലൈൻറ്റാണ്. താൻ എന്താടാ കളിക്കുവാണ്? താൻ അവനെ വെച്ച് കളിച്ചപ്പോഴേ അവനെ വെച്ച് ഞാനും ഒരു കളി തരണ്ടേ സാറേ? ഇല്ലെങ്കിൽ പിന്നെ ശിവൻ നട്ടല്ലില്ലാത്തവനായി പോവില്ലേ? എടാ നീ ആരെയായി ഭീഷണിപ്പെടുത്തുന്നതെന്ന് വല്ലതും അറിയോ? എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. പോലീസുകാരെ മുഴുവൻ നാണം കെടുത്താനായിട്ട് നടക്കുന്ന ഒരു വേസ്റ്റ്. എടാ ഒന്ന് അടങ്ങ് സാറേ. സജീവനെ കള്ളസാക്ഷി പറയാൻ വേണ്ടി താൻ 10,000 രൂപ കൊടുത്ത കാര്യവും എന്നോട് പറഞ്ഞു. അത് താനായിട്ട് കൊടുത്തതല്ലെന്നും താൻ കൊടുക്കത്തില്ലെന്നും എനിക്കറിയാം. ആര് കൊടുത്തു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഒന്നറിയണം, തനിക്ക് എത്ര കിട്ടിയടോ? അതറിഞ്ഞിട്ട് വേണം തനിക്കതിൻ്റെ ബാക്കി തരാൻ. പോക്രിത്തരം പറയുന്നുണ്ട് എന്നും പറഞ്ഞ് ശിവന്റെ കർണക്കുറ്റിക്ക് ഒരു അടി കൊടുക്കുവാണ് സോമശേഖരൻ. ശിവൻ ദേഷ്യത്തോടെ, ഡോ താനിപ്പോൾ കാണിച്ചത് റോങ്ങാ. ഞാൻ റോങ്ങും കാണിക്കും, ചിലപ്പോൾ തൻ്റെ തലയിൽ കയറിന്ന് ചെവിയും കടിക്കും. താൻ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുമെന്ന് എന്നും പറഞ്ഞ് ശിവൻ എടുത്തിട്ട് അലക്കുവാണ് സോമശേഖരനെ. മറ്റുള്ള പോലീസുകാർ ഓടി വരുന്നുണ്ട് പിടിച്ചു മാറ്റാൻ. അവർക്കും കിട്ടുന്നുണ്ട് ശരിക്കടി. ഒരെണ്ണം ഇങ്ങോട്ട് അടുത്ത് പോയേക്കരുത്. ഇത് നിങ്ങളുടെ സാറായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത് തീർക്കേണ്ട കാര്യം എൻ്റെ കടമയാണ്. അപ്പോഴങ്ങോട്ട് വേറൊരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അവിടെ നിന്ന് 2 പോലീസ് ഓഫീസർമാർ ഓടി വന്നിട്ട്, എടാ പോലീസുകാരുടെ കയ്യത്ത് കൈവെക്കുന്നോടാ എന്നും പറഞ്ഞ് ശിവനെ പിടിക്കുവാണ്. പോലീസായാലെന്താ, കാണിക്കുന്ന നെറിയേടായാലും എന്തു പറയണം? ഇവൻ കൊടും മാരണമാണ്, കൊടും മാരണം, വെറും റോങ്. ഇവന് തല്ലി കിട്ടിയാലേ ഇവൻ അടങ്ങും എന്നൊക്കെ ശിവൻ പറയുവാണ്. കൂട്ടത്തിലൊരുത്തനായിട്ട് ഒറ്റയ്ക്കടിച്ചപ്പോൾ നീയൊക്കെ നോക്കി നിൽക്കുന്നോ? മറ്റുള്ള പോലീസുകാരെ വഴക്ക് പറയാം, ഇവനെ പിടിച്ച് ജീപ്പിലേറ്റടാ. അങ്ങനെ അവരെല്ലാവരുടെ ചേർന്ന് ശിവനെ പിടിച്ച് വലിച്ച് ജീപ്പിനകത്ത് കയറ്റുന്നുണ്ട്. ശാലിനി ഈ സമയം ഇൻഷുറൻസ് ഓഫീസിൽ പോയി വിഷ്ണുവിൻ്റെ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മേഡത്തിൻ്റെ അക്കൗണ്ടിലോട്ട് കാശ് വരുമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇത്രയും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചു തന്നതിന് നന്ദിയൊക്കെ ശാലിനി പറയുന്നുണ്ട്. മേഡത്തിൻ്റെ കാര്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ നടത്താൻ പറ്റി എന്ന് അയാളും പറയുന്നു. ആ സമയത്ത് ശാലിനിയുടെ ഫോണിലോട്ട് കമലം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടത്തിയമ്മേ ശിവനാശാനെ ഏതാണ്ട സോമശേഖരൻ വീണ്ടും കള്ളക്കേസിൽ പെടുത്തിയിരിക്കുക. ചേട്ടത്തിയമ്മ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആ സോമശേഖരൻ ശിവനാശാനെ തല്ലി ചതയ്ക്കും. ഞാൻ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കമല എന്ന് പറഞ്ഞ് ശാലിനി അവിടുന്ന് പോകുന്നുണ്ട്. ശിവനെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് റൂമിനകത്താക്കിയിട്ട് കുറേ ആൾക്കാരൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. ശിവൻ പറയും, അപ്പോൾ സോമശേഖരൻ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു, ആളുകളെയൊക്കെ പുറത്തു നിന്നാണ് ഇറക്കിയിരിക്കുന്നല്ലേ. അപ്പോൾ ഒരുത്തൻ പറയുന്നത്, കസബയിൽ നിന്ന് ഉരുട്ടിക്കൊലയ്ക്ക് പണ്ടേ കസബ പ്രസിദ്ധമാണ്. പക്ഷെ നിങ്ങളോട് പറഞ്ഞ സോമശേഖരൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, എൻ്റെ ജനനം. പോലീസുകാരുടെ കയ്യിൽ നിന്ന് മരണം സംഭവിക്കില്ലെന്നൊരു വരം, പോരാത്തതിന് പോലീസുകാരെ കൊല്ലുമെന്നും. ശിവൻ അങ്ങനെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഒരു പേടിയില്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശിവൻ അറിയാം ശാലിനി എത്തുമെന്നും ഈ കള്ളക്കളികളെല്ലാം ശാലിനി പൊളിച്ചടുക്കുമെന്നും എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്നുള്ളതൊക്കെ ശാലിനി അതവിടെ തെളിയിക്കും. അങ്ങനെ മഹേന്ദ്രൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റും. ശിവൻ്റെ അമ്മ മകനോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത് ദുഃഖിച്ച് മകനെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.